എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നു. നിങ്ങളുടെ മനസ്സിലൊരു ചിലപ്പോൾ ഒരു ദുഃഖം ഉണ്ടാവാം. ആ വ്യക്തിയെ നിങ്ങൾ ഹർട്ട് ചെയ്തിരുന്നോ, വേദനിപ്പിച്ചോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ വിഷമിപ്പിച്ചോ, അല്ലെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു, നിങ്ങൾക്കറിയാം, സംശയമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ ജീവന് തുല്യം മനസ്സറിഞ്ഞ് സ്നേഹിച്ച സമയത്ത് നിങ്ങൾക്ക് അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ വ്യക്തി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നുണ്ടോ? ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ആ വ്യക്തിയെ നിങ്ങൾ അന്ന് വേദനിപ്പിച്ചതിൻ്റെ ദുഃഖം നിങ്ങളുടെ മനസ്സിലിപ്പോഴും ഉണ്ടോ? കാലം കഴിഞ്ഞു പോയപ്പോൾ, എല്ലാം കഴിഞ്ഞു പോയപ്പോൾ, പലരും മാറി മാറി വന്നപ്പോൾ, പലരും കടന്നു വന്നപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ വേദന തങ്ങി നിൽക്കുന്നുണ്ടോ? ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ, ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച രീതികൾ, ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയ രീതികൾ, എന്ത് പ്രശ്നങ്ങളുണ്ടായപ്പോഴും, എന്ത് പ്രതിസന്ധികളുണ്ടായപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ കൈവിട്ട് പോയി എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? കൈവിടാതെ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആ വ്യക്തി ശ്രമിച്ച വാക്കും പ്രവൃത്തിയും നിങ്ങൾ മറന്നുപോയോ? ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ? ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസങ്ങളുണ്ടോ എന്ന് കൂടി നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചിന്തകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ആ ചിന്തകളിൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് വേദനയായി, കുറ്റബോധമായി തങ്ങി നിൽക്കുന്നുണ്ടോ? എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങളാണ് തരണം ചെയ്തിട്ടുള്ളത്, എത്രയെത്ര പ്രശ്നങ്ങളാണ് നിങ്ങളെ തരണം ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം അതിജയിച്ചുകൊണ്ട്, അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ ബാധിച്ചപ്പോൾ നിങ്ങളെങ്ങനെയാണ് അതിനെല്ലാം നേരിട്ടത്? നിങ്ങളെങ്ങനെയാണ് അതിനെല്ലാം കണ്ടെത്തിയത്? ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ സന്തോഷപ്രകാരം നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിയെ ദുഃഖിപ്പിക്കുകയായിരുന്നു, ആ വ്യക്തിയെ വിഷമിപ്പിക്കുകയായിരുന്നു. ഓരോ വാക്കും പറഞ്ഞ്, ഓരോ പ്രവൃത്തിയിലൂടെ ആ വ്യക്തി അടുക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ, അതെല്ലാം മൂലം നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് യോജിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാമായിരുന്നു ഞാൻ ആ വ്യക്തിയെ വേദനിപ്പിക്കുകയായിരുന്നു, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്ത വന്നിരുന്നു. പക്ഷേ ദുഷ്ടശക്തികളോ, നിങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ചിന്തകൾ എവിടെ നിന്നൊക്കെ വന്നു. ആ സമയത്ത് പോലും നിങ്ങൾക്കറിയാമായിരുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾക്കറിയാമായിരുന്നു. പക്ഷെ അത് മാറ്റിമറിക്കാൻ നിങ്ങൾക്കായില്ല. അത് മാറ്റിമറിക്കാൻ നിങ്ങൾക്കാവാത്തത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം അന്നും ഉണ്ടാക്കി, ഇന്നും ഉണ്ടാക്കി. ആ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് തൊട്ട് ശേഷം പോലും നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ കുറ്റബോധമുണ്ട്. പക്ഷേ ആ വ്യക്തി മറഞ്ഞു പോയിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ഫിസിക്കലി, യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് ആ വ്യക്തി ഇപ്പോൾ ഇല്ല. ഉണ്ടായിരിക്കാം, പക്ഷേ അത് നിങ്ങളുടെ അടുത്തല്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെ, നിങ്ങളുടെ ശബ്ദം ആ വ്യക്തിക്ക് കേൾക്കാൻ കഴിയണമെന്നില്ല. ആ വ്യക്തി നിങ്ങളെ കേൾക്കണമെന്നില്ല. ഒരു വിളിപ്പാടകലെയോ അല്ലെങ്കിൽ എവിടെയെന്ന് നിങ്ങൾക്കറിയാത്തൊരിടത്തോ ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ച് വേദനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു മാത്രമെങ്കിലും എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ, എനിക്ക് മാപ്പ് തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ മാത്രം, ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ തെറ്റുകൾ മുഴുവനായി ഏറ്റുപറയാൻ വേണ്ടി
ഞാനിപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, ഞാനിപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ മനസ്സിലിപ്പോഴും കുറ്റബോധമുണ്ട്. ഞാൻ അതിനുശേഷം സന്തോഷിച്ചിട്ടില്ല, എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ കുറ്റബോധമാണ്. നിങ്ങളുടെ മുറിവേറ്റ് കിടക്കുന്ന ഹൃദയം ഒന്ന് കാണിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു വാക്കുകൊണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ എത്രയെത്ര അവസരങ്ങൾ, എത്രയെത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നെന്നും കാണുവാൻ ആഗ്രഹിച്ച, കേൾക്കുവാൻ ആഗ്രഹിച്ച, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട, അതൊന്നും അന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാതെ പോയ ഒരാൾ, ജീവിതത്തിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയത്, ആ വ്യക്തി നിങ്ങളോട് അന്ന് പറഞ്ഞ വാക്കുകൾ, ആ സാഹചര്യങ്ങൾ അതൊരിക്കൽ കൂടി കടന്നു വന്നിരുന്നെങ്കിൽ, ആ വ്യക്തി ഇനിയും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആ വ്യക്തിയൊന്ന് വീണ്ടും ലഭിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ നിങ്ങളുടെ ചിന്തകൾ കടന്നു പോവുകയാണ്. അന്നത്തെ സാഹചര്യങ്ങൾ, അന്നത്തെ കാലഘട്ടങ്ങൾ അതൊന്ന് തിരിഞ്ഞ് സഞ്ചരിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പുറകോട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരുത്തുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുകയാണ്. നിങ്ങളുടെ കുറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച കൊണ്ടാണ് ആ വ്യക്തി പോയത്, ആ വ്യക്തി കടന്നുപോയത്. ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഓടിച്ചു കളയുകയായിരുന്നു, വേദനിപ്പിച്ചുകൊണ്ട്, ഹെർട്ട് ചെയ്തുകൊണ്ട്. വേദന ആ വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. അല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ താങ്ങാൻ കഴിയുന്നതിലപ്പുറവും വേദന നിങ്ങൾ സമ്മാനിച്ചപ്പോൾ ആ വ്യക്തി പോയി. പിന്നീട് നിങ്ങൾ ആ വ്യക്തിയെ സമീപിക്കാൻ ശ്രമിച്ചെങ്കിലും കാലം കഴിഞ്ഞുപോയി, കാര്യങ്ങൾ കഴിഞ്ഞുപോയി. പിന്നീട് നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ കാണാൻ കഴിഞ്ഞില്ല, ആ വ്യക്തിയെ കേൾക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ഇപ്പോഴും വേദനയാണ്. മുറിവുകൾ കാലം മായ്ക്കുമെന്ന് പറയും, പക്ഷേ കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവായ ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളെ വലയം ചുറ്റുകയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ ഇനിയും കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു മാപ്പ് എനിക്കൊന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ വേദനയുടെ ആ വ്യാപ്തി വാക്കുകൾ കൊണ്ട് പറയാൻ ശ്രമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ വ്യക്തിക്ക് മനസ്സിലാകുകയില്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തിയും ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമോ കാണാൻ? ആ വ്യക്തിയും ഇതുപോലെ കുറ്റം ഏറ്റുപറയാനുണ്ടാകുമോ? അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കുകയായിരിക്കും, എൻ്റെ ശബ്ദം കേൾക്കാൻ, എൻ്റെ ചിന്ത അറിയാൻ, എൻ്റെ മനസ്സറിയാൻ, വീണ്ടും ഒന്ന് കണ്ടുമുട്ടാൻ കാത്തിരിക്കുകയായിരിക്കുമോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ വ്യക്തി വന്നാലും വന്നില്ലെങ്കിലും, കേട്ടാലും കേട്ടില്ലെങ്കിലും, ജീവിതം മുഴുവനും, ലോകം അവസാനിക്കുന്നതുവരെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ആ സ്നേഹം തേടി ആ വ്യക്തി ഒരിക്കൽ വരും. ആ വ്യക്തി മനസ്സിലാക്കും, ആ വ്യക്തിക്ക് അതിനുള്ള അവസരം ലഭിക്കും. നിങ്ങളെ അറിയാൻ, നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധം അറിയാൻ, നിങ്ങളുടെ മനസ്സിലെ സ്നേഹം അറിയാൻ ആ വ്യക്തി എത്തും.